നെറുകേടിന്റെ വിഴുപ്പലക്കലിന്റെ രാഷ്ട്രീയം ആ നാവ് കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ മുറിവണങ്ങും മുമ്പ് വയനാട് വീണ്ടും അത്തരമൊരു ദുരന്തത്തിലേക്ക് പോലും പോകുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള അപകട സമാനമായ സാഹചര്യത്തിൽ നിന്നിട്ടാണ് കോൺഗ്രസ് എം പി ഇന്ന് വീണ്ടും ആ രാഷ്ട്രീയം പറയുന്നത്. പിണറായി വിജയൻ തിരക്കിട്ട് ഇലക്ഷൻ ഗിമിക്സിന് വേണ്ടി തട്ടിക്കൂട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടി. ശരി, ആയിക്കോട്ടെ. എങ്കിലും അവിടെ നടക്കുന്ന, പിന്നീട് നടന്നു പോകുന്ന നിർമ്മാണങ്ങൾ മുഴുവനും ഈ പറയുന്ന ഏത് സമയത്തും അപകടമുണ്ടാകുമെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവിടുത്തെ മനുഷ്യർ ആ നിർമ്മാണം കൊണ്ടുപോവുക എന്ന നിലപാട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം എടുക്കുന്നത്? 2 മാസമാവുന്നു വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതും കൃത്യമായ രീതിയിൽ അപകട സമാന സാഹചര്യങ്ങൾ ഒഴിവാക്കിയാണോ പോകേണ്ടതെന്നും നോക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുമില്ലേ? നമ്മൾ രാഷ്ട്രീയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പി കെ ബഷീർ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇന്ന് ഡൽഹിയിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. വയനാടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നത് കാണുമ്പോൾ തോന്നാറുണ്ട് അപകടം ഉണ്ടാകുമോ എന്ന്, പഠിക്കാനിരിക്കുകയായിരുന്നു എന്ന്. അവിടെയും ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ലേ? എതിർചേരിയിലുള്ളവർക്കെതിരെ രാഷ്ട്രീയമായി വിരോധം ഉണ്ടാവുക, രാഷ്ട്രീയമായി വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ സമാനമാണ്. ഒരാൾ ഒരു നാട് മുഴുവനും കണ്ണീർ കയത്തിലേക്ക് പോകുന്ന സമയത്തും നെഞ്ചി വിരിച്ച് രാഷ്ട്രീയം പറയുന്ന, എന്തിനുമേതിനെയും രാഷ്ട്രീയത്തിൽ കലർത്തുന്നതിന് നിലപാടെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മലയാളിക്കാവില്ല. ഇന്നത്തെ പകലിൽ ഈ രാഷ്ട്രീയ കേരളം കേൾക്കാനായി താങ്കൾ പറഞ്ഞ ആ വർത്തമാനത്തെ നെറുകേടിന്റെ വർത്തമാനമായി അല്ലാതെ മലയാളികൾ ഒരിടത്തും കൺസീവ് ചെയ്യില്ല എന്നും ഉറപ്പ് തന്നെയാണ്.